സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് നിന്റെ നന്മകളൊക്കെ രഹസ്യമായിരിക്കണമെന്നാണ്. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയാതെ അത്രയും രഹസ്യമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധ്യമാകണം. സുവിശേഷം ഓർമ്മിപ്പിക്കുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നവരാവാം. ഒരു വലിയ നന്മ ചെയ്തിട്ട് അംഗീകരിക്കപ്പെടാതെ പോകുമ്പോൾ സങ്കടമുണ്ടാകുന്നവരൊക്കെ ആവാം. സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നിനക്ക് സങ്കടം വേണ്ട. ദൈവത്തെ പ്രതി ഉപരി നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഓരോന്നും ദൈവസന്നിധിയിൽ കണക്ക് രേഖപ്പെടുത്തുന്നവയാണ്. നിഷ്കാമകർമ്മ എന്ന് പറയുന്നത് പോലെയൊക്കെ ചെയ്യുന്ന ഓരോ കർമ്മവും പ്രതിഫലം ആഗ്രഹിക്കാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുവാനും, എത്രമാത്രം അവിടെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായാലും അംഗീകരിക്കപ്പെടാത്ത ഇടങ്ങളുണ്ടായാലും അവിടെയൊക്കെ നന്മയുടെ പാത നമുക്ക് സ്വീകരിക്കാം. 3 നോയമ്പ് വലിയ നോയമ്പിലേക്കുള്ള ഒരുക്കമാണ്. ആണ്ടുവട്ടത്തിലെ വലിയ നോയമ്പ് ഒരുക്കമായി ദിനങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ ഒരു മനപരിവർത്തനത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കുവാനും, വിശുദ്ധിയോടുകൂടെ നന്മയുടെ ദിനങ്ങൾ മാത്രം ഉണ്ടാകുവാനും, ഉപരിപ്രവർത്തനത്തിലൂടെയൊക്കെ ഉപരി നന്മ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. കാരുണ്യത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. ഈ 3 ദിനങ്ങളുടെ ഒരുക്കം ഒരു വലിയ അനുഗ്രഹമാകുവാനും, യോനാ പ്രവാചകൻ്റെ തിരിച്ചറിവ് പോലെ നമ്മുടെ ജീവിതത്തിലും ചെയ്യുന്ന കർമ്മങ്ങൾ അറിവിനപ്പുറത്ത് തിരിച്ചറിവാക്കി മാറ്റുവാനായിട്ട്, അവ ദൈവത്തിൽ ശബ്ദം കേട്ടുകൊണ്ട് ചെയ്യുന്നത് മാത്രമാകുവാൻ, നന്മയ്ക്ക് ഫലദായകമാകുന്നത് മാത്രമാകുവാൻ നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.